ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. മൊത്തം 24ഓളം റിലീസുകളാണ് ഇന്ന് ഒരു ദിവസം റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഒന്നാമത്തത് ഒരു തമിഴ് സിനിമയാണ്. തമിഴല്ല, കന്നഡ മൂവിയായിരുന്നു. കന്നഡ മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ് വന്നിരിക്കുന്നത്. ഗോസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. തെലുങ്ക് ഭാഷയിലും കന്നഡ ഭാഷയിലും ഇതിനു മുമ്പേ തന്നെ C5 വന്നിട്ടുണ്ട് ഈ ഒരു സിനിമ. തമിഴ് ഭാഷയിൽ ഇപ്പോൾ ശിവരാജ് കുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആഹാ തമിഴിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തൊരു പിന്നെന്താ പറയുക, ഒരു സീരീസാണ്, ഒരു തെലുങ്ക് സീരീസാണ്. കരീം നഗേഴ്സ് മോസ്റ്റ് വാണ്ടഡ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് സീസണിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആപ്പിൾ TV പ്ലസിലാണ് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹേ കമീനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ സിനിമ വഴി ഈ ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ജിയോ സിനിമ വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഇംഗ്ലീഷ് ആനിമേഷൻ അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ് മാർവലിൻ്റെ വാട്ട് ഇഫ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. സെക്കൻഡ് സീസണാണ്. രണ്ടാമത്തെ സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്ത ഒരു സീരീസ് തന്നെയാണ്, ഒരു തമിഴ് സീരീസാണ്. ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സീരീസാണ്. ലാബൽ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഈ ഒരു സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൾട്ടി ലാംഗ്വേജിലാണ് വന്നിരിക്കുന്നത്, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി. അടുത്തൊരു ഹിന്ദി മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ഡ്രൈ ഡേ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡയറക്റ്റ് OTT റിലീസാണ് ഈ ഒരു സിനിമ. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിലാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് റീച്ചർ എന്ന് പറഞ്ഞൊരു സീരീസാണ്. ഇംഗ്ലീഷ് ആക്ഷൻ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിൽപ്പെട്ട സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. സെക്കൻഡ് സീസണിൻ്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. മൾട്ടി ലാംഗ്വേജ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സാൾട്ട് ബേൺ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് കോർണർ ഓഫീസ് എന്നൊരു ഹിന്ദി മൂവിയാണ്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു കൊറിയൻ മൂവിയാണ്. ഒരു കൊറിയൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. 6/45 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ടോപ്പ് ഗൺ മാവറിക് എന്നാണ് സിനിമയാണ്. ഹിന്ദി ഡബ്ഡ് വേർഷനാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സജിനി ഷിൻഡേക്ക വൈറൽ വീഡിയോ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. റെബൽ മൂൺ പാർട്ട് 1 എ ചൈൽഡ് ഓഫ് ഫയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായി നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു അഡ്വഞ്ചർ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി ഡോക്യുമെൻ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഡോക്യുമെൻ്ററി ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. കറി ആൻഡ് സയനൈഡ് ദ ജോളി ജോസഫ് കേസ് ആണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമല്ല ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും ഈ ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ജോളി കേസ്, സയനൈഡ് ജോളി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഡോക്യുമെൻ്ററി സീരീസാണ്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. ക്വിക്കോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു തെലുങ്ക് മൂവിയാണ്. ആദി കേശവ എന്നാണ് സിനിമയുടെ പേര്. നെറ്റ്ഫ്ലിക്സ് വഴി ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് മലയാളത്തിൽ നിന്നും സർപ്രൈസായി റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. ഫിനിക്സ് എന്നാണ് സിനിമയുടെ പേര്. ആമസോൺ പ്രൈം വഴി ഈ സിനിമ സർപ്രൈസായി റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മുതൽ ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഈ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അടുത്തത് ഷൈൻ ടോൺ ചാക്കോ അതുപോലെ തന്നെ അഹാന കൃഷിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത അടി എന്ന് പറയുന്ന സിനിമയാണ്. ഈ ഒരു സിനിമയും സർപ്രൈസായി റിലീസ് ചെയ്തതാണ് C5 വഴി. ഒരു ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ C5 ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു സർപ്രൈസ് റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. സാഗരഡാച്ച എലോ പാർട്ട് 2 പാർട്ട് ബിയുടെ ഒരു സർപ്രൈസ് റിലീസ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ആമസോൺ പ്രൈമിൽ. പക്ഷേ അത് ഈ ഒരു സിനിമ വന്നിട്ടില്ല. ചിലപ്പോൾ അടുത്ത ആഴ്ച വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. അല നിന്നു ചേരി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അല നിന്നു ചേരി
റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഒരു ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് ആയിട്ട് റിലീസ് ചെയ്ത റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് സിനിമയാണ് 80s ബിൽഡപ്പ് എന്നാണ് സിനിമയുടെ പേര്. തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിലായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് ആയി റിലീസ് ചെയ്തതാണ്. അടുത്തത് മിക്കോലോ എന്ന് പറഞ്ഞൊരു അഡ്വഞ്ചർ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. മിക്കോലോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ഫിയർ ദ നൈറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിനിമകളാണ് പിന്നെ ഇത്രയും സിനിമകൾ സീരീസുകളാണ് ഇന്ന് ഡിസംബർ മാസം 22-ാം തീയതി OTT റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഇന്നിപ്പോൾ തിയേറ്ററിൽ പിന്നെ സലാർ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രഭാസ് പൃഥ്വിരാജൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഈ സിനിമ ഞാൻ രാവിലെ കണ്ടു, റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഒരു ഏവറേജ് അനുഭവമാണ് ഈ സിനിമ എനിക്ക് സമ്മാനിച്ചത്. പിന്നെ എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ആൾക്കാർ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നമുക്ക് അതിലൂടെ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്താവുന്നതാണ്. ഓക്കെ. ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള നേര് എന്ന സിനിമ കണ്ടു. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പിന്നെ റിലീസ് ചെയ്തത് ഡുങ്കി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. പക്ഷേ ഡുങ്കി എന്ന സിനിമ കാണാൻ സാധിച്ചില്ല. രാജ്കുമാർ ഹിരാനി സംവിധാനം ചെയ്ത ഷാറൂഖ് ഖാൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ് ഡുങ്കി എന്ന സിനിമ. ഡുങ്കി അല്ല, ഡങ്കി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി മൂവി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ പോയത്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമ ആയതുകൊണ്ട് തന്നെ അതിൽ പിന്നെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കാണാൻ പോകാത്തത്. പിന്നെ എന്താ പറയുക, ഡബ്ഡ് വേർഷനോ അല്ലെങ്കിൽ സബ് ടൈറ്റിലോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കാം. നല്ല അഭിപ്രായങ്ങളാണ് ആ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഇംഗ്ലീഷ് മൂവി റിലീസ് ചെയ്തിട്ടുണ്ട്, അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. DC-യുടെ സൂപ്പർ ഹീറോ മൂവിയാണ്. ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 4 സിനിമകളാണ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ളത്: സലാർ, നേര്, ഡങ്കി, അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം. അപ്പോൾ ഈ സിനിമകളൊക്കെ കാണുന്നുണ്ട്. സലാർ കണ്ടു, നേര് കണ്ടു. ഇനി മറ്റ് 2 സിനിമകളുണ്ട്, കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഈ OTT റിലീസ് ചെയ്തിരിക്കുന്നത്, ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.